നിങ്ങളിപ്പോഴുള്ള കുറച്ച് SDPക്കാരും ജമാഅത്തേക്കാരും കൊണ്ടുവന്ന ആളുകളെ കണ്ട് അതിൻ്റെ മുകളിൽ ഈ സിംഹാസനത്തിൽ സന്ദീപ് വാര്യർ കയറിയിരുന്ന് തൊഴുന്നത് ഈ ആശീർവദിക്കുന്നത് കണ്ടാൽ ജനങ്ങൾ അവരുടെ കൂടെ പോയി എന്ന് ധരിക്കണ്ട. ഒന്ന്, കോൺഗ്രസിൻ്റെ ഉള്ളിൽ തന്നെ ശക്തമായിട്ടുള്ള പൊട്ടിത്തെറി. കോൺഗ്രസും RSSും തമ്മിലുള്ള ബന്ധം മനസ്സിലാക്കി അതിനോടൊപ്പം ഒട്ടിനിന്ന മതന്യൂനപക്ഷങ്ങളിൽ വന്ന ശക്തമായിട്ടുള്ള പ്രതിഷേധം, അതിന് മൗഢോദാഹരണമായിട്ടുള്ള സന്ദീപ് വാര്യരുടെ ഇപ്പോഴത്തെ നീക്കം, ഇതൊക്കെ കൂട്ടി വായിക്കുന്ന ഏതൊരു മതേതര വിശ്വാസിയും കോൺഗ്രസിൻ്റെ ഉള്ളിൽ വിശ്വാസമർപ്പിച്ച മതന്യൂനപക്ഷങ്ങളും ഈ കാപട്യം തിരിച്ചറിഞ്ഞ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രതികരിക്കും. അതിൻ്റെ ഏറ്റവും നല്ല തെളിവാണ് ഇന്നലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പങ്കെടുത്ത പരിപാടിയിലെ ജനസമുദ്രം. അല്ല, അതിപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും നിങ്ങളുടെ പരിപാടിയിലൊക്കെ ആളുണ്ടായിരുന്നു, പക്ഷേ വിധി തിരിച്ചാണ്ടായത്. ഞാൻ ചോദിച്ചത്, ഈ വലിയ ഒരു 10-37,000 വോട്ടാണല്ലോ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഉള്ളത്. അവർക്ക് താങ്കളുടെ പാർട്ടി ഈ LDF 3-ാം സ്ഥാനത്താണുള്ളത്. 3-ാം സ്ഥാനത്ത് 1-ാം സ്ഥാനത്തേക്ക് എത്തണം. അതിനുള്ള ഇളക്കങ്ങളൊന്നും നമ്മൾ പുറത്ത് കാണുന്നില്ല. നിങ്ങളുടെ ആത്മവിശ്വാസം വെറുതെ എന്നോട് പ്രകടിപ്പിക്കാൻ വേണ്ടി പറയുന്നതല്ല. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ മുരളിയും പറഞ്ഞല്ലോ, 3-ാം സ്ഥാനത്തല്ല LDF, 3-ാം സ്ഥാനത്താണ് BJP, 2-ാം സ്ഥാനത്താണെന്ന് പോലും പറഞ്ഞില്ല. ശക്തമായിട്ടുള്ള ഫൈറ്റാണ് LDF-ഉം UDF-ഉം. ഈ സന്ദേശം പോരെ ഈ പാലക്കാട്ടെ സമ്മതിദായകരുടെ മനസ്സിൽ? LDF-ഉം UDF-ഉം തമ്മിലുള്ള മത്സരത്തിൽ LDF-നാണ് ഇപ്പം മുൻതൂക്കമുള്ളത് എന്ന് ബോധ്യപ്പെടാൻ ഈ മുന്നറിയിപ്പ് തന്നെ പോരെ? ഞങ്ങളെന്തിനാ പറയുന്നത്? മുരളി പറഞ്ഞില്ലേ, രമേശ് ചെന്നിത്തല പറഞ്ഞില്ലേ? മുരളി രമേശ് ചെന്നിത്തല പറഞ്ഞു, പക്ഷേ ലീഗ് ഈ കാര്യത്തിൽ അവരുടെ കൂടെയാണ്. ലീഗ് വളരെ സന്തോഷത്തോടെ ഇദ്ദേഹത്തെ സന്ദീപ് വാര്യരകത്തേക്ക് കൊണ്ടുപോയത്. അല്ല, അവർ ലേശം കുറച്ച് കഴിഞ്ഞാലേ പഠിക്കൂ. അത് ഇപ്പം അവർക്ക് SDPയും ജമാഅത്തും ഇല്ലാതെ അവർക്ക് നിൽക്കാൻ പറ്റില്ല. കടന്ന RSSൻ്റെ സഹായത്തിന് വേണ്ടി ഏത് കാര്യം അവർ പിടിക്കും. പറഞ്ഞ മനസ്സിലായില്ലേ? അതിൻ്റെ അർത്ഥം ലീഗിൽ അണിനിരന്ന ആൾക്കാരൊക്കെ ആ രൂപത്തിലാണെന്ന് വിചാരിക്കരുത്. ലീഗിൻ്റെ മൊത്തം നേതൃത്വം അങ്ങനെയാണ് നിങ്ങൾ വിചാരിക്കരുത്. ലീഗിൻ്റെ ഉള്ളിലുള്ള സ്ഥാനമോഹികളും ഭരണമില്ലാതെ ജീവിക്കാൻ പറ്റില്ല എന്ന് തോന്നുന്ന കുറച്ച് ആൾക്കാരും ഈ രൂപത്തിൽ ചിന്തിക്കും. RSSൻ്റെ സഹായം ഉണ്ടായാലും തിരക്കിട്ടില്ല.